ഒരു സ്ഥലം വരെ പോകുന്നു. വരാൻ അല്പം ലേറ്റാകും. എന്നാൽ ആഹാരം കഴിച്ചിട്ട് പോണം. സമയമില്ല. ആഹാരം കഴിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം. ഒരു പത്ര റിപ്പോർട്ടിലെ ചുമതല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ. സോപ്പിടണ്ട, ഇന്ന് പാതി രാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്നർത്ഥം. വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ. അങ്ങനെ പതിവില്ലല്ലോ. വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. വല്ല അപകടത്തിനും പോയി ചാടില്ല കേട്ടോ. ഹേയ്, സുരക്ഷിതമാണല്ലോ. ഒരു കുഞ്ഞു പോലും ഈ പരിസരത്ത് വരില്ല. Now you can disclose. ചേട്ടാ, എന്താ കരയുന്നത്? എന്താ അനിയത്തി? ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഭയന്ന് വിറക്കിയായിരുന്നു. അനിയത്തി, ഞാൻ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ? ഇനി ഒന്നിനെ പറ്റി പേടിക്കാറില്ല. എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയാണ് പാരിതോഷികം. നമ്മുടെ ഏജന്റ് ഏത് വഴിക്കാണ് മാഹിയിൽ വരുന്നത്? പേഴ്സ്യൻ ഗൾഫ് വഴി കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ വളരെ സമയമെടുക്കില്ലേ? 1 മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്. എടോ, സിറ്റിയിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്നത് കുറവാണ്. എന്താ ചേട്ടാ? എടി, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട്? ചേട്ടാ, നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാറിലൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. കാട്ടിന്റെ നടുക്ക. ദാറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ. തമ്പുരാൻ, ഞാൻ MS. ഞാൻ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? തൽക്കാലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് മാറണം. നിങ്ങളുടെ വാളയാറിലെ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ? സേഫ്. ഉടനെ ഏർപ്പാട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സൂക്ഷിക്കണം. നിങ്ങളുടെ കാര്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലുണ്ടോ? ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം പൊതുജനം അറിയരുതല്ലോ. പാതിരാത്രി കഴിഞ്ഞ് ഞാനും വരാം. ഓക്കെ ഓക്കെ. ചേട്ടാ, ഞാൻ പോകുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അളിയൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന്റെ പേര് കേട്ടാൽ ഇപ്പോഴും കലിതുള്ളൂ. സാരമില്ല, എന്റെ പണമൊക്കെ ഒന്ന് കൈ വന്നോട്ടെ. ഞാൻ അളിയനെ പാട്ടിലാക്കിക്കോളാം. ഞാൻ രാവിലെ വരാം. ശരി. രജനി, ഇവിടെ വരൂ. ഇത് കണ്ടോ? എന്തുവാ? ആ എംബോക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ചേട്ടൻ മധുസൂദനൻ ദുബായിൽ നിന്ന് ലക്ഷങ്ങളും തട്ടിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന്. എന്റെ ചേട്ടനാവില്ല. പിന്നെ അവന്റെ അച്ഛന്റെ ഫോട്ടോ ആണ്. ഓ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ. പത്രത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണോന്നുണ്ടോ? നുണയാണോ? മുഴുവൻ നുണയാണോന്നില്ല. നിന്റെ സഹോദരനായതുകൊണ്ട് ഇത് 100% ശരിയായിരിക്കും. ആർക്കും തെറ്റുപറ്റിയെന്നിരിക്കും. ചിലർ ചെയ്യുന്ന തെറ്റ് പരസ്യമാകും, ചിലരുടേത് രഹസ്യമായിരിക്കും. അവൻ ചെയ്ത തെറ്റ് രഹസ്യമല്ലാത്തതുകൊണ്ടാണ് പത്രത്തിൽ വന്നത്. അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നതിന് ശിക്ഷ എന്താണെന്നറിയോ? കൈവെട്ടും. പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കും, വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് മുങ്ങിക്കളഞ്ഞത്. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനിവിടെ വന്ന് അടിച്ചില്ലാത്ത കേട്ടതെന്ന്. എന്റെ ചേട്ടനോട് വരികയുമില്ല, വന്നാൽ ഞാനിട്ട് കേറ്റുകയുമില്ല. പോരെ.
രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കയ്യോടെ വിടുകൂ. ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവ് കാണുമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന് സ്ഥിതിക്ക് പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആരാണ്? കടൽ തീരത്ത് മുഴുവൻ കാവലേർപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും രാജേട്ടന് വിവരം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മുടെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടേഴ്സിന്റെയും മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അത് മിസ്റ്റർ ഗായന്ദ്രൻ മറന്നുപോയി. കേരള ഗർജനം പത്രത്തിന്റെ പത്രാധിപരാണ് മിസ്റ്റർ തമ്പുരാൻ. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്. ഐ എം വെരി സോറി മിസ്റ്റർ ഗായന്ദ്രൻ. ഇത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യമല്ല സർ. വളരെ സെൻസേഷൻ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. സെൻസേഷൻ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയോ? ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് പത്രം ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വന്നാലോ? അതൊരിക്കലും ഉണ്ടാവില്ല സർ. സമൂഹദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പത്രധർമ്മം. പത്രധർമ്മം ഏതായാലും അതിന്റെ പേരിൽ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ശത്രുക്കളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ എനിക്ക് സഹതാപമുണ്ട് സാർ. ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കും.
നിൽക്കും മിസ്റ്റർ രാജേന്ദ്രൻ. നിങ്ങൾ പിണങ്ങി പോവാണ്. പിന്നല്ലാതെ നട്ടലുള്ളവർ ആരെങ്കിലും ഈ വാർത്ത വേണ്ടെന്ന് വെക്കുമോ? ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാണ്. പരീക്ഷിച്ചത്? അതെ, നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പത്രധർമ്മം ജനങ്ങളുടെ വികാരമാണെന്ന് മനസ്സിലാക്കിയ ധീരനാണ് നിങ്ങൾ. വരൂ, കമോൺ, ഇരിക്കൂ. ഇത് വാങ്ങും. ഒരു ഇന്റർനാഷണൽ ന്യൂസ് കൊണ്ടുവന്നതിന് എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. വേണ്ട സർ, ഈ സമ്മാനത്തേക്കാൾ വലുതാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു കാണുന്നത്. വെരി ഗുഡ്. രാജേന്ദ്രനെ പോലുള്ള ആദർശശാലികളാണ് കേരള ഗർജനത്തിന്റെ സ്വത്ത്. റീത്ത, പ്ലീസ് കം. സർ. റീത്ത, ഹോട്ടൽ സീ ലാൻഡ്സിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തേക്കൂ ഫോർ 2 persons. യെസ് സർ. കമോൺ മിസ്റ്റർ രാജേന്ദ്രൻ, നമുക്കിന്നൊന്ന് ആഘോഷിക്കാം. കമോൺ, കം.